കട്ടപ്പനയിൽ ലിഫ്റ്റിൽ കുടുങ്ങി വ്യാപാരി മരിച്ച സംഭവത്തിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെയും ലിഫ്റ്റ് സ്ഥാപിച്ച കമ്പനി അധികൃതരുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ സ്ഥാപനത്തിലെത്തി ലിഫ്റ്റും അനുബന്ധ സംവിധാനങ്ങളും അഴിച്ച് സൂക്ഷ്മ പരിശോധന നടത്തുന്ന നടപടികൾക്ക് തുടക്കം. 2 ദിവസം നീണ്ടുനിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഇതിനുശേഷം മാത്രമേ യഥാർത്ഥ കാരണം വ്യക്തമാകൂ. കഴിഞ്ഞ മെയ് മാസം 28-ാം തീയതിയാണ് കട്ടപ്പന പവിത്ര ഗോൾഡ് മാനേജിംഗ് പാർട്ണർ സണ്ണി ഫ്രാൻസിസ് സ്ഥാപനത്തിനുള്ളിലുണ്ടായ ലിഫ്റ്റ് അപകടത്തിൽ മരിച്ചത്. സണ്ണി ഫ്രാൻസിസ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് വരുമ്പോൾ 2ാം നിലയ്ക്കും ഗ്രൗണ്ട് ഫ്ലോറിനും ഇടയ്ക്ക് വെച്ചാണ് ലിഫ്റ്റ് നിശ്ചലമായത്. തുടർന്ന് സണ്ണി കടയിലെ ജീവനക്കാരെ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചു. ഇദ്ദേഹത്തിന് ലിഫ്റ്റ് കമ്പനി അത്യാവശ്യം പരിശീലനം നൽകിയിരുന്നു. ജീവനക്കാരൻ കമ്പനി ടെക്നീഷ്യനെ വീഡിയോ കോൾ വിളിച്ചപ്പോൾ ലഭിച്ച നിർദ്ദേശമനുസരിച്ച് കൺട്രോൾ പാനലിലെ സ്വിച്ചുകൾ ഉപയോഗിച്ച് ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ലിഫ്റ്റ് അതിവേഗം മുകളിലേക്ക് കുതിച്ചു. കെട്ടിടം ഉൾപ്പെടെ കുലുങ്ങുന്ന രീതിയിലാണ് ലിഫ്റ്റ് 4ാം നിലയുടെ മുകളിൽ ഇടിച്ചു നിന്നത്. ഫയർഫോഴ്സിന്റെ സഹായത്തോടെ ലിഫ്റ്റിന്റെ വാതിൽ വെട്ടിപ്പൊളിച്ചാണ് സണ്ണിയെ പുറത്തെടുത്തത്. എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തലയ്ക്കും സുഷുമ്നാ നാഡിക്കുമേറ്റ ഗുരുതര പരിക്കാണ് മരണത്തിന് കാരണമായത്. ഇതിനുശേഷം തൊട്ടടുത്ത ദിവസം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പ്രാഥമിക പരിശോധനയിൽ നിലച്ച ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചതിലെ പിഴവാണെന്ന് കണ്ടെത്തി. ലിഫ്റ്റ് നിർമ്മിച്ച കമ്പനി പ്രതിനിധികളെയും ടെക്നീഷ്യന്മാരെയും വിളിച്ചു വരുത്തിയാണ് പരിശോധന അന്ന് നടത്തിയത്. ഇതിനുശേഷമാണ് യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാൻ വീണ്ടും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന് പുറമെ ലിഫ്റ്റ് കമ്പനിയുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ സ്ഥാപനത്തിലെത്തി പരിശോധന ആരംഭിച്ചത്. ലിഫ്റ്റ് വലിയ സ്കാഫോൾഡിംഗ് ഇടാനുള്ള വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഈ ലിഫ്റ്റ് കാർ താഴെ ഇറക്കുന്നത്. അപ്പോൾ അതിനുള്ള ജോലികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയാണ് പറയാനുള്ളത്. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ചേർന്ന് ഇപ്പോൾ പരിശോധന നടക്കുന്നത്? പരിശോധന ഇപ്പോൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ആണ് ഉള്ളത്. പിന്നെ ലിഫ്റ്റിൻ്റെ മാനുഫാക്ചർ ഉണ്ട്. പിന്നെ പോലീസ് എത്തും. 2 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശോധനകളാണ് നടക്കുന്നത്. ഈ പരിശോധനയിൽ ലിഫ്റ്റ് പൂർണ്ണമായും അഴിച്ച് പരിശോധിക്കും. ഇതിനുശേഷം മാത്രമേ അപകടത്തിന്റെ യഥാർത്ഥ കാരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.